നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് സച്ചിദാനന്ദൻ അനന്തപുരി വീടിനെ കുറിച്ച് അനാമിക പറഞ്ഞ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കാണുവാണ്. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിദാനന്ദൻ മനസ്സിൽ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുവാണ്. നന്ദുവിനെ കുറിച്ച് പറഞ്ഞതും കേട്ടു. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. പിന്നീട് അതിനു വേണ്ടിയിട്ട് നന്ദുവിനെ അങ്ങോട്ട് വിളിപ്പിക്കുവാണ്. നന്ദുവിന്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചിട്ട് വെച്ച്, നന്ദു, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. സാറിന് എന്താ ചോദിക്കാനുള്ളത്? സാർ എന്താന്ന് ചോദിച്ചു. അത് പിന്നെ അനന്തപുരി കുടുംബത്തെക്കുറിച്ച് ഒരു പെൺകുട്ടി വന്ന് ചാനലിനകത്തിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അതൊക്കെ ഞാൻ കേട്ടു. അതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അല്ല, നന്ദുവിന്റെ ചേച്ചിമാരാണല്ലോ അനന്തപുരി വീട്ടിലുള്ളത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചാ. അത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദു പറഞ്ഞു, അതിലൊന്നും ഒരു സത്യാവസ്ഥയില്ല സാർ. അല്ല, നന്ദുവിന് ഉറപ്പാണോ അവള് പറയുന്ന കള്ളത്തരവന്ന്? അവള് പറയുന്നതൊക്കെ കള്ളത്തരവാ സാർ, അതിലൊരു ശതമാനം പോലും സത്യമില്ല. പിന്നെ അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടേതായ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവള് പറയണേ. അല്ല, അതിനകത്ത് നന്ദുവിനെ കുറിച്ചും കുറച്ച് പരാമർശങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ എന്നെ അറിയാമെന്ന് ആരും വിശ്വസിക്കില്ല സാർ. പിന്നീട് നന്ദുവിന് എന്ത് പറയണമെന്നറിയില്ല. ഇയാൾ ഇനിയിപ്പോ കൺവിൻസ് ചെയ്തിട്ടും കാര്യമില്ല, ചേച്ചിട്ടും കാര്യമൊന്നുമില്ല. പക്ഷെ ഇയാൾ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നതെന്ന് ഓർത്തപ്പോ നന്ദുവിന് നല്ല ദേഷ്യം വന്നു. നന്ദുവിന് പിന്നെ മേലുദ്യോഗസ്ഥനല്ലേ, ചോദിക്കുന്നതിന് മറുപടി കൊടുത്തല്ലേ മതിയാവുള്ളൂ. ആ സമയത്ത് സച്ചിദാനന്ദ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അവൾക്കെതിരെ വല്ല കേസ് എടുക്കണമെങ്കിൽ വല്ല കേസെടുത്ത് ഫയൽ ചെയ്യാം. അവൾ അങ്ങനെ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നീങ്ങണ്ടെന്ന് ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു, അതൊന്നും വേണ്ട സാർ, അതൊക്കെ അനന്തപുരിക്കാർ നോക്കിക്കോളും. അങ്ങനെ ഒരു പരാതി കൊടുക്കണമെങ്കിൽ അത് അവർ തീരുമാനിച്ചോളും. അല്ലാതെ എടുത്തു ചാടി ഒരു കാര്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അല്ല, നന്ദുവിന് പരാതിയില്ലേ? നന്ദുവിന് പരാതി ഉണ്ടെങ്കിൽ നന്ദുവിന് പരാതിയാ. നന്ദു പറഞ്ഞു, എനിക്ക് പരാതിയില്ല, എനിക്കുള്ള ഞാൻ നേരിട്ട് തീർത്തോളാം. എന്താ നന്ദു പറഞ്ഞേ? നന്ദുവിന് അറിയാതെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. അവള് തനിക്കെതിരെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ വെറുതെ വിടാനായിട്ട് നന്ദു ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്താനായിട്ടായിരുന്നു അവളുടെ വിചാരം. അങ്ങനെ അങ്ങ് നാണം കെട്ട് പിന്മാറി പോകാനായിട്ട് നന്ദു ഒരുക്കുമല്ലായിരുന്നു. പിന്നീട് സച്ചിദാനന്ദൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ എന്ന് പറയാണ്. അങ്ങനെ നന്ദു അങ്ങോട്ടേക്ക് പോന്നു. നന്ദുവിന് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആ സമയത്താണ് അനിയുടെ കോള് വരുന്നത്. അനി നന്ദുവിനെ വിളിക്കുക. നന്ദുവിനെ വിളിച്ചിട്ട് നന്ദുവിനോട് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടോന്ന് ചോദിക്കുക അനാമികയുടെ. പിന്നീട് നന്ദു ഉള്ള കാര്യം കൂടെ പറയാ, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, ഇതിന് മാത്രം അവൾ എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? അല്ല, നിങ്ങളെ തമ്മിൽ കല്യാണം കഴിച്ചതിന് ശേഷം അനിയുടെ ജീവിതത്തിലേക്ക് ഞാൻ വന്നിട്ടില്ല, അറിയാലോ. പിന്നെ നീയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നേ. ഞാൻ പലപ്പോഴും ഒഴിഞ്ഞു മാറാനേ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ അവൾ മനഃപൂർവ്വം എൻ്റെ മുഖത്ത് കരിവാരി തേക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നേ. അനി പറഞ്ഞു, സോറി കേട്ടോ നന്ദു, അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിന്നോട് മാപ്പി ചോദിക്കുക, നിനക്കറിയാലോ. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, എനിക്കറിയാം അനി, നീ അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. അവളങ്ങനെ കള്ളക്കഥകളും പറഞ്ഞുകൊണ്ടിരുന്നെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അതിനകത്ത് തളരാനൊന്നും പോകുന്നില്ല. എനിക്ക് എൻ്റെതായ സ്റ്റാൻഡുണ്ട്, എനിക്കറിയാം ഞാൻ എന്താ ചെയ്തതെന്നുള്ളത്. അത് കേട്ടപ്പം എനിക്ക് കുറച്ച് ആശ്വാസമായി. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, നന്ദു എങ്ങനെ എടുക്കും ഈ കാര്യം. കാരണം നന്ദു ഒരു ആയിട്ടിരിക്കുന്ന ആളല്ലോ, പല ആൾക്കാരെ ഫേസ് ചെയ്യുന്നതാണ്, പല സ്ഥലങ്ങളിൽ പോകേണ്ടതാണ്. അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഒരു പക്ഷേ നന്ദു നാണം കെടാൻ വഴിയുണ്ട്. അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതൊക്കെ ഓർത്തപ്പോൾ എനിക്ക് നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഈ ഇന്റർവ്യൂസും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് കനയ്ക്കും ഗോവിന്ദനും നല്ല ടെൻഷനായിരുന്നു. കാരണം ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും ആദർശിന്റെ മേലാണ് കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. ആദർശ് ഒരു തെറ്റും ചെയ്യാത്തവനാ. പക്ഷേങ്കിൽ ആദർശിനെ മനഃപൂർവ്വം എല്ലാവരുടെ മുന്നിൽ കരിവാരി തേക്കാനായിട്ടാണ് അനാമിക ശ്രമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അനിയുടെ നന്ദുവിന്റെ കാര്യം, നന്ദുവിനെ മനഃപൂർവ്വം എല്ലാവരുടെ മുന്നിൽ ഒന്ന് നാണം കെടുത്തണം. പക്ഷെ ഇതിനൊരു അവസാനം ഉണ്ടാവണ്ടേ? ആ സമയം കനക പറഞ്ഞു, അതെ ഗോവിന്ദേട്ടാ, ഞാനും ആലോചിച്ചൊരു കാര്യമാണ്. ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല, ഇതിൻ്റെ അവസരം ഉണ്ടാവണം, അവസാനം ഉണ്ടാവണം. പക്ഷെ അതിന് ഏക പ്രതിവിധി എന്ന് പറഞ്ഞാൽ നവ്യ സത്യങ്ങളൊക്കെ തിരിച്ചറിയണം. അതെ, അതാ ഞാനും ചിന്തിക്കുന്നത്. നവ്യ സത്യങ്ങളൊക്കെ തിരിച്ചറിയണം. അല്ലെങ്കിലും ചേട്ടൻ അനുജന് വേണ്ടിയിട്ട് ഇത്രമാത്രം ത്യാഗം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എത്ര നാളായതിപ്പം? ഇത്രയും കാലമായിട്ട് അബിക്ക് ഒന്ന് തുറന്നു പറയാൻ തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അവൻ അങ്ങനെ ഇതൊരു മുതൽക്കൂട്ടാക്കി വെച്ചോണ്ടിരിക്കുക. അവനുള്ള കള്ളത്തരെല്ലാം ചെയ്ത് കൂട്ടിയിട്ട് അവൻ ഇങ്ങനെ ഒരു മുഖംമൂടി അണിഞ്ഞ് നിൽക്കുക. അവന്റെ മുഖംമൂടി വലിച്ചു കീറിയേ മതിയാവുള്ളൂ. ആ ദർശനം നമുക്ക് രക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. കനക പറഞ്ഞു, അത് ശരിയാ, അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടി നിൽക്കേണ്ട കാര്യം എന്താ? അനന്തമൂർത്തിയുടെ കൊച്ചുമോൻ ആദർശ് ഒരിക്കലും തെറ്റ് ചെയ്യില്ലാന്ന് കുറച്ച് ആൾക്കാരെങ്കിലും വിശ്വസിക്കും. പക്ഷെ കുറച്ചുപേര് ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഓരോ കള്ളക്കഥകളൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ എങ്ങനെയാ എന്റെ സത്യാവസ്ഥ എന്താന്ന് പോലും തിരക്കില്ല. ആ സമയത്ത് ഗോവിന്ദൻ പറഞ്ഞു, അത് ശരിയാ, പക്ഷെ നമുക്ക് നയനമോളോടൊന്ന് സംസാരിക്കാം. എന്താന്ന് വെച്ചാൽ അവർ തന്നെ തീരുമാനിക്കട്ടെ. കാരണം ഇനിയിപ്പം നമ്മൾ നവ്യയുടെ ജീവിതം സേഫ് ആക്കി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അറിയേണ്ടവരൊക്കെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയണം എന്നൊരു
അവസാന തീരുമാനത്തിലെത്തുവാണ് കനകയും ഗോവിന്ദനും. അപ്പോഴാണ് നന്ദു അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പം കനക എന്നിട്ട് ചോദിച്ചു, അല്ല നന്ദൂട്ടാ, നീ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു അമ്മയെന്ന് പറയാ. എന്നാലും അനാമിക അതൊക്കെ പറഞ്ഞു ഇപ്പൊ എനിക്ക് അവളെ വലിച്ചു കീറാനാ തോന്നിയത്. സാരമില്ലമ്മേ, അവൾക്കുട്ടുള്ള പണി കൊടുത്താളാം. അവളിത് എന്തിനു വേണ്ടിയാ കാണിച്ചു കൂട്ടുന്നതെന്നറിയാം. അവൾക്ക് അനന്തപുരിയിലെ സ്വത്തും പണമോ വേണ്ടത്, അതിനു വേണ്ടിയിട്ടാ. അല്ല മോളെ, അങ്ങനെയാണെങ്കിൽ അവളിങ്ങനെ കാണിച്ചുകൂട്ടിയെ അവൾക്കെതിരെ പരാതി എടുക്കാൻ മേലെ? അവൾക്കെതിരെ ഒരു പരാതി കൊടുത്ത് പോരെ? അതോടുകൂടി പ്രശ്നം തീരത്തില്ലേ? അതിന്റെ ആവശ്യമൊന്നുമില്ലമ്മേ, ഇതൊക്കെ അനന്തപുരിക്കാർ നോക്കിക്കോളും. നമ്മൾ അതിനകത്ത് തലയിടണ്ട. ഇതൊക്കെ കേട്ടിട്ട് മൂർത്തി മുത്തശ്ശൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവരെന്താന്ന് ചെയ്യട്ടെ, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം ഞാനും ചെയ്യും. വെറുതെ ഞാൻ അവളെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് നവ്യക്കാണെങ്കിൽ നല്ല ടെൻഷനായിരുന്നു. കാരണം നന്ദുവിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചാനലിൽ കൂടെ വന്നു. അത് മാത്രമല്ല, ഇപ്പോഴാണെങ്കിൽ അമ്മായി ആണെങ്കിലും അവരെല്ലാം തന്നെ എതിർത്താണ് നിൽക്കുന്നത്. ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും ടെൻഷനോടുകൂടി നിൽക്കുമ്പോഴാണ് ആദർശൻ നയനയും കൂടെ കമ്പനിയിൽ നിന്ന് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ നയനെ ആദർശനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നവ്യ പറഞ്ഞു, ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു കാണൂലോ അല്ലേ? അനാമിക വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു, ചേച്ചി അതൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചോ? കണ്ണടച്ച് വിശ്വസിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ചില കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ ചിലതൊക്കെ എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ കൺമുന്നിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. പിന്നെ നന്ദുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് കേട്ടിട്ടാണെങ്കിൽ ഇവിടെ അപ്പച്ചിയാണെങ്കിലും എല്ലാരും കൂടെ വന്നിട്ട് എന്റെ നേർക്ക് ചാടിക്കടിക്കാൻ വന്നു. ഇത് കേട്ടപ്പോ നയന ചോദിച്ചു, അല്ല നന്ദുവിനെ നമുക്കറിയാവുന്ന കാര്യമല്ലേ ചേച്ചി? നന്ദു അങ്ങനെയൊക്കെ പോകുന്നു തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാലും ഈ സമയത്ത് നയന പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെറുതെ ആ കാര്യമൊക്കെ ഓർത്ത് ചേച്ചി വെറുതെ തല പോയിക്കേണ്ട കാര്യമില്ല. നബി പറഞ്ഞു, അല്ല നന്ദുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളത്തരോ, പക്ഷെ ആദർശനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമല്ലേ? അതിന് അനാമിക നമുക്ക് പഴിക്കാൻ പറ്റില്ലല്ലോ. ഇത് കേട്ടത് നയന പറഞ്ഞു, കൂടുതൽ അനാമികയ്ക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും ചേച്ചിക്ക് നല്ലത്. അവൾ എന്ത് സത്യം പറഞ്ഞെന്നാ? ആദർശനെ കുറിച്ചോ? പിന്നെ ആദർശനെ കുറിച്ച് അവൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായ ഉത്തരവുണ്ട്. അത് പറയേണ്ട സമയത്ത് വേണേൽ ഞങ്ങൾ പറയും. പിന്നെ എല്ലാം ഞങ്ങൾ മൂടി വെച്ചിരിക്കുന്നത്, ഞങ്ങളിത് പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനല്ലായിരിക്കും പിന്നെ കരയേണ്ടി വരുന്നത്. നവ്യേച്ചായിരിക്കും ആ സ്ഥാനത്ത് കരയേണ്ടി വരുന്നത്. ഇത് കേട്ടപ്പോൾ നവ്യേച്ചു, നീ എന്താ അതിനെ അങ്ങനെ പറഞ്ഞേ? അതൊക്കെ അങ്ങനെയാ. ഇപ്പൊ കൂടുതലൊന്നും അറിയണ്ട, ഇത്രയ്ക്ക് അങ്ങോട്ട് അറിഞ്ഞാൽ മതി. പറഞ്ഞത് കേട്ടല്ലോ. വല്ലവരും പറയുന്ന കേട്ടിട്ട് എന്നെ ആദർശേണ്ണൻ കുറ്റപ്പെടുത്താൻ വരണ്ട എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് നവ്യ ഓർത്തു, എന്തായിരിക്കും നയന ഇങ്ങനെ പറയണേ? നയന ഒരു കാര്യമില്ലാതെ ഇങ്ങനെ എന്താണെന്നും പറയത്തില്ല. വ്യക്തമായി എന്തെങ്കിലും ഒരു കാരണം കാണും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയണേ. പിന്നീട് നേരെ ആദർശ നയനയും കൂടെ ദേവേന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ദേവേന്റെ അടുത്ത് ചെല്ലുമ്പോൾ ദേവേനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അനിയെക്കുറിച്ച് അങ്ങനെയൊക്കെ അനാമിക പറഞ്ഞാല്. ആ സമയത്ത് നയന പറഞ്ഞു, അമ്മ എന്തിനാ ടെൻഷൻ അടിക്കണേ? അല്ല അനി അങ്ങനെയും ചെയ്തിട്ടില്ലെന്ന് അറിയാലോ. എന്നാലും അനിയല്ലേ അവൾ ഉപദ്രവിച്ചേ. ബെൽറ്റ് വെച്ച് വരെ അടിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒരു വീഡിയോ എടുക്കണ്ടായിരുന്നു. ഇതിന്റെ യഥാർത്ഥ അവസ്ഥ എന്താന്ന് പുറത്തു കൊണ്ടുവരേണ്ടതായിരുന്നു. ആദർശ് പറഞ്ഞു, അത് ശരിയാ. അവൾ അത്രമാത്രം അനിയെ ക്രൂരമായി പീഡിപ്പിച്ചിട്ട് അവൾ നേരെ തിരികെ പറഞ്ഞിരിക്കുന്നു. അനി അവളെയാണ് പീഡിപ്പിച്ചെന്നുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കെതിരെ ഇപ്പൊ കേസ് കൊണ്ട് കൊടുക്കേണ്ടത്. ദേവേനി പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ആദർശൻ നിന്റെ മുത്തശ്ശൻ നോക്കിക്കോളും. മുത്തശ്ശൻ വെറുതെ വിടുമെന്ന് ഓർത്താണ് ഇരിക്കുന്നേ. അവൾ അനന്തപുരിയിലെ സ്വത്തും പണവും കണ്ടിട്ടല്ലേ ഇറങ്ങി തിരിച്ചിരിക്കുന്നേ. അതിനുള്ള പണി മുത്തശ്ശൻ കൊടുക്കും. ഒരു ചില്ലി കാശ് പോലും കൊടുക്കാതെ അവളെ എങ്ങനെ ഒതുക്കണം എന്നുള്ള കാര്യം മുത്തശ്ശന് നന്നായിട്ടറിയാം. ആ സമയത്ത് നയന പറഞ്ഞു, എന്നാലും അനിയെക്കുറിച്ചൊക്കെ അവൾ ഇത്ര മോശമായിട്ട് ഒന്നുമല്ലേലും അവളുടെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനല്ലേ. അനിയാണെങ്കിൽ അവൾക്കൊരു ദോഷം ചെയ്തിട്ടുമില്ല. അവളിങ്ങനെ അവളുടെ കാമുകനോടൊപ്പം പോന്നു. അനി നന്ദുവിനെ സ്നേഹിച്ചു. അത് കല്യാണത്തിന് മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അവൾ എന്നിട്ട് ഇത്ര വലിയ ക്രൂരതയെ കാണിച്ചിട്ട് അവള് നല്ല വെള്ള ചമഞ്ഞ് അവിടെ കൊണ്ടിരുന്നിട്ട് അങ്ങോട്ട് ന്യൂസ് ചാനലിൽ അങ്ങോട്ട് കൊടുത്തിരിക്കുന്നു. ഈ സമയം ദേവേനി പറഞ്ഞു, ഇപ്പോഴെങ്ങാനും അവളെ എന്റെ കൈ കിട്ടുവാണെങ്കിൽ അവളുടെ കാരണം അടിച്ചാൻ പൊട്ടിക്കും. സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. ആദർശ് പറഞ്ഞു, അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്നെക്കുറിച്ച് അവള് പറഞ്ഞ കാര്യത്തിലൊന്നും സത്യാവസ്ഥ ഇല്ലോ. എന്നാലും അതല്ലോടെ മോനെ, നിനക്ക് നാളെ പുറത്തിറങ്ങി നടക്കണ്ടല്ലേ? സമൂഹത്തിന് മുന്നിൽ നീ തെറ്റുകാരനായിട്ടല്ലേ ഇപ്പൊ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നേ. അതങ്ങനെയല്ലെന്ന് നമുക്ക് തെളിയിക്കേണ്ട ബാധ്യതയില്ലേ? അത് ശരിയാമേ, പക്ഷെ അങ്ങനെ തെളിയിക്കേണ്ട സമയത്ത് അറിയാലോ, നബിയുടെയും കുഞ്ഞിന്റെ കാര്യമൊന്നും ഓർത്തു വെക്കേ. അവരുടെ ജീവിതമല്ലേ തകരുന്നേ. നയന പറഞ്ഞു, ഒരു നിവൃത്തിയില്ലാതെ വന്ന ഉള്ള സത്യാവസ്ഥ ഞങ്ങൾ വെളിപ്പെടുത്തണം. ഇനി ആർക്ക് വേണ്ടിയിട്ട് എങ്ങനെ കാത്തിരിക്കുന്നേ? അതിന്റെ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് അനാമിക വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വേണു ചോദിച്ചു, എന്തായി മോളെ കാര്യങ്ങളൊക്കെ? അല്ല കണ്ടില്ലേ കാര്യങ്ങളൊക്കെ? ഇനിയിപ്പൊ എന്താണെങ്കിലും അനന്തപുരിയിലെ അനന്തമൂർത്തി നമ്മുടെ കാൽച്ചൂട്ടിലേക്ക് വരും. ഇനിയിപ്പം പത്രക്കാരായി ചാനലുകാരായി അവർക്ക് ഒരു സ്വസ്ഥതയും സമാധാനം കൊടുക്കത്തില്ല.
ഇനിയിപ്പോൾ ഓരോരുത്തർ ചോദിച്ചുകൊണ്ട് ചെല്ലും. അവർക്ക് മറുപടി പറഞ്ഞില്ലേ മതിയാവുള്ളൂ. രേവതി പറഞ്ഞു, അറിയാലോ, ഈ പറയുന്ന അനന്തമൂർത്തി ആള് കുറുക്കനാണ്. അയാൾ അങ്ങനെ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ അമ്മേ, അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമാണ്. കാരണം പീഡന ശ്രമത്തിന് നമ്മളൊരു പരാതിയും കൂടെ കൊടുത്താൽ തീർന്നു. അതോടുകൂടി ഈ പറയുന്ന അനന്തമൂർത്തിയുടെ അവിടുത്തെ കൊച്ചുമോൻ അനിയുടെയൊക്കെ ജീവിതത്തിന് തിരശ്ശീല വീഴും. അതോടുകൂടി കാര്യങ്ങൾക്കൊരു തീരുമാനമാവും. പിന്നെ നമ്മൾ പിടിക്കുന്നിടത്തായിരിക്കും കാര്യങ്ങൾ നിൽക്കുന്നത്. അതോർത്ത് അച്ഛനും അമ്മയൊന്നും വിഷമിക്കേണ്ട എന്ന് സന്തോഷത്തോടെ പറഞ്ഞ് അനാമിക അങ്ങോട്ടേക്ക് പോവാണ്. രേവതി പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിനൊരു തീരുമാനം ആയാൽ മതിയായിരുന്നു. ഡിവോഴ്സ് നടക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസ ആവശ്യപ്പെടാമല്ലോ. അത് കിട്ടിയാൽ കടവും വീട്ടാം. പിന്നെ അനാമിക്ക് നല്ല സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കുകയും ചെയ്യാം. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ എല്ലാം നടക്കണ്ടേ രേവതി? വേണുവിന് ചില സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട്. ആ സമയത്ത് മുത്തശ്ശൻ്റെ അടുത്തേക്ക് ആദർശ് ചെന്നു. ആദർശയും സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു, മോനെ ആദർശേ, നീ വിഷമിക്കണ്ടടാ. അവളിപ്പം ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നടത്തിയെന്നോർത്ത് നമ്മുടെ തല ആരുടെ മുന്നിൽ താഴാൻ പോകുന്നില്ല. ആദർശ് പറഞ്ഞു, അല്ല എന്നാലും മുത്തശ്ശ, നിനക്കെന്താ പേടിയുണ്ടോ? എനിക്ക് അനിയുടെ കാര്യത്തിൽ മാത്രമേ ഒരു ടെൻഷനുള്ളൂ. സാരമില്ല, ഇതിലൊക്കെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. അവളിനി അധികം നാൾ കിടന്ന് കളിക്കില്ല. ഈ അനന്തപുരിയിലെ അനന്തമൂർത്തി ആരാന്ന് അവൾ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ എന്ന് മുത്തശ്ശൻ പറയാണ്. ഇനി അവൾ ഈ വീടിന്റെ പടി ചവിട്ടില്ല. അത് മാത്രമല്ല, അവർക്കിട്ടുള്ളത് ഞാൻ കൊടുത്തോളാം. ഈ പറയുന്ന വേണുവിനെയും രേവതിയും പോലും ഞാൻ വെറുതെ വിടത്തില്ല. എൻ്റെ കുടുംബത്തിനെതിരെ കളിച്ച് എൻ്റെ കുടുംബത്തെ എല്ലാവരുടെ മുന്നിൽ നാറ്റിക്കാനായിരുന്നു അവരുടെ ശ്രമം. അത് പക്ഷെ ആരാണെന്ന് ആറാൻ പോകുന്നത് ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് മുത്തശ്ശൻ പറയാണ്. അങ്ങനെ അനാമികയ്ക്കിട്ടും രേവതിക്കിട്ടും വേണുവിട്ടും ഒക്കെ നല്ല 8ന്റെ പണി കിട്ടാൻ പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.